ഹലോ ഗേസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ മോൾ ആദ്യമായിട്ട് നഴ്സറി പോയ വീഡിയോ കണ്ടിട്ട് അതിൽ പിന്നെ ചെറിയ പർച്ചേസിങ്ങും ഒക്കെ കൂടിയിട്ടുള്ളൊരു ചെറിയ വ്ളോഗാട്ടോ. ഇന്ന് മോൾ ആദ്യത്തെ ദിവസമാണ് നഴ്സറിയത്തെ. അപ്പോൾ അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മൂപ്പരാൾക്ക്. ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെ ഞങ്ങൾ ആക്കി വരുമ്പോഴും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ വന്നതിൻ്റെ ശേഷം ഗ്രൂപ്പ് ഉണ്ട് ഇതിൻ്റെ അംഗനവാടിയുടെ, അപ്പോൾ അതിൽ കണ്ടിരുന്ന അവൾ കരഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ടീച്ചർ. അപ്പോൾ പിന്നെ നമ്മളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ബിയ്യം കായലാട്ടത് മഴക്കാലമായപ്പോൾ ആകെ നിറഞ്ഞിട്ടുണ്ട് കായലൊക്കെ. ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഈ ഫ്രാഷൻ ബോട്ടിൻ്റെ ഒക്കെ സോഡ ഇട്ടിട്ടുള്ള വെള്ളം കുടിച്ച് പിന്നെ ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മോളിൽ നഴ്സറി ആക്കി പിന്നെ ഒരു 11:30 ഒക്കെ ആകുമ്പോഴാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 2 മണി ഒക്കെ ആയിക്കണം എടപ്പാളെത്തുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കയറിയിട്ട്. പിന്നെ നെഹദി കയറിയിട്ട് നമ്മൾ പെരി പെരി ചിക്കനും അൽഫാം ചിക്കനൊക്കെ മന്തിക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മന്തിയായിരുന്നു. നമ്മൾ എടപ്പാളുള്ള 1 കിലോ ഡ്രസ്സിന് 899 റുപ്യ എന്നുള്ള കടയിലാണ്. സ്മോളും ഡബിൾ എക്സലും എല്ലാതും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ കാണിച്ചില്ലേ ടോപ്പ് അടുത്ത് ഒരു 200 രൂപ ആയിട്ടുള്ളൂ കേട്ടോ ആകെ. പിന്നെ ഞങ്ങളൊക്കെ കഴിഞ്ഞ് നെസ്റ്റോക്ക് വന്നു കേട്ടോ. ഏതായാലും മോള് പാലവാടി പോയിക്കല്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നെസ്റ്റോയിലാകുമ്പോൾ പിന്നെ ഓഫറിന് ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിക്കാമല്ലോ വിചാരിച്ച്. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഇത് ആദ്യമായിട്ടോ ഇത് കാണുന്നത്. കുട്ടികളെ ഐറ്റംസും സ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇതാ ഓഫറിലുണ്ട്. ഞാൻ മോൾക്ക് ഇപ്പോൾ ഇതായി എടുത്ത് കാണിച്ചില്ല, ഈ ഐറ്റം ഒന്ന് മേടിച്ചിട്ടാ 149 റുപ്യായിരുന്നു. ഇതിലെല്ലാതും ഉണ്ടായിരുന്നു, കളറും പെൻസിലും പെന്നും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് അവിടെ ഷെയ്ക്ക് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു ബോട്ടിലെടുത്ത് ഫ്രഞ്ച് ഫ്രൈസ് നല്ല ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് മേടിച്ച്. പിന്നെ ഇതിനെന്താ പറയുക, ചിക്കൻ പ്ലേറ്റ് നാട്ടോ അവിടെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ 2 കോംബോ വരുന്ന ബർഗർ ഉണ്ടായിരുന്നു, അതിൽ തന്നെ കിട്ടിയതാണ് ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഈ ഹോസ്റ്റലിലൊന്ന് കയറി. കാരണം മോള് അംഗനവാടി പോവല്ലേ, അപ്പോൾ അത്യാവശ്യം ഡ്രസ്സൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഡെയിലി വെയറിന് പറ്റിയ കുറച്ച് നല്ല ഡ്രസ്സുകൾ എടുക്കാമെന്ന് വെച്ചിട്ട് കയറി. അപ്പോൾ ഇവിടെ തന്നെ നല്ല ക്ലോത്തുകൾ കുട്ടികൾക്ക് പറ്റിയ നല്ല ബനിയനുകൾ കിട്ടും. അപ്പോൾ ഞാൻ മോൾക്കൊന്നും എടുത്തിട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ മോളെ അംഗനവാടിക്ക് വിളിക്കാൻ പോയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞങ്ങളെ വലിയ അങ്ങോട്ട് കാര്യമായിട്ട് മീണ്ടൊന്നും വെക്കില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. അവളങ്ങനെ ഞങ്ങളെ കൂടെ വരാൻ റെഡി ആയിട്ട്. അപ്പോൾ ടീച്ചറോട് ചോദിക്കുക എൻ്റെ ബോൾ എവിടെ, അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ നമ്മൾ അവളെ കൂട്ടി കടലാണ് അനക്കൊന്നും. ആ വീഡിയോ ഇതിലില്ല, ഷോർട്ടിലുണ്ട്. ഷോർട്ട് വീഡിയോ ഒന്നും. നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ നമ്മളെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ നിങ്ങൾ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണാം.